ശരണ്യയുടെ അമ്മ നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അമ്മ, ശരണ്യയോട് സംസാരിച്ചോ ഫോണില്? ആരോടാ അമ്മ സംസാരിച്ചത്? മകനുമായിട്ടാ? മകനോട് സംസാരിച്ച്. ആ, ശ്യാം എന്താ പറഞ്ഞേ? അവളെ കണ്ട് അവര് വരുന്നുണ്ട്, കണ്ടുകിട്ടി അവര് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ അവരെ തെറ്റിയിട്ടില്ല എന്നാ പറഞ്ഞത്. ടെൻഷൻ അടിച്ചു പോയില്ലേ 4 ദിവസം? സംസാരിച്ചിട്ടില്ല. ഏതാ? മകളോട് സംസാരിച്ചിട്ടില്ല. ഞാൻ കേട്ടു. 4 ദിവസം ടെൻഷൻ ആയി പോയില്ലേ? അതെ. ഓ, ഭയങ്കര എന്തായാലും ഇനി പേടി വേണ്ട. വളരെയധികം നന്ദി അമ്മ സംസാരിച്ചതിന്. എന്തായാലും അമ്മ വലിയ ആശ്വാസത്തിലും വലിയ സന്തോഷത്തിലുമാണ്. ശരണ്യായിട്ട് സംസാരിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയുള്ള മകനുമായിട്ടാണ് സംസാരിച്ചത്. 4 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിൽ ഏറ്റവും സന്തോഷകരമുള്ള, ഏറ്റവും സമാധാനമായ വാർത്ത, ഏറ്റവും നല്ല വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ശരണ്യ സുരക്ഷിതയാണ്. ശരണ്യ സേഫായിട്ട് ഇപ്പോൾ തെരച്ചിൽ ടീമിന് ശരണ്യയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും 4 ദിവസം നീണ്ട അലച്ചിലുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ വ്യാഴാഴ്ച ട്രക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശരണ്യ മിസ്സിംഗ് ആയതാണ്. അപ്പം വെള്ളം, ഭക്ഷണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ശരണ്യ അവിടേക്ക് എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകണം. അത് കഴിഞ്ഞിട്ട് ആയിരിക്കും വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്ന കാര്യം. കോഴിക്കോട് നാദാപുരത്താണ് ശരണ്യയുടെ വീട്. കൊച്ചിയിൽ IT ജീവനക്കാരിയാണ്. എന്തായാലും 4 ദിവസം നീണ്ടുനിന്ന ആ ഭയം, ആ ആശങ്ക, ആ ഭീതി അതൊക്കെ മാറി ഇനി നല്ല പുഞ്ചിരിക്കാൻ കഴിയുന്ന, സന്തോഷിക്കാൻ കഴിയുന്ന നിമിഷമാണ്. ശരണ്യ സേഫാണ്. ശരണ്യ സുരക്ഷിതയാണ്.